ഇന്നത്തെ യോഗം രാസ്നേരണ്ടാദി കഷായം, ചെറിയ രാസ്നാദി കഷായം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. യോഗത്തിലേക്ക് കടക്കാം. രാസ്നേരണ്ട ബല സഹചര വരി ദുഷ്പർശ വാശാമൃത ദേവാഹു അതിവിഷ ഖനേക്ഷുര ഷഠി വിശ്വൈഹി കഷായസ്രത സർപ്പിസ്തൈല വിമിശ്രിത പ്രശമയേത് വായും സുശൂലം തഥാ ജംഗോരു തൃഗപൃഷ്ട പാർശ്വഹനുകം ശോഭം ച വാദാസൃജാഹ. ഇനി ഓരോ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഫസ്റ്റ് രാസ്ന, അൽപ്പിനിയ ഗിലങ്ക ചിറ്റരത്ത, ഏരണ്ട റിസിനസ് കമ്മ്യൂണിസ് ആവണക്ക്, ബലാസിഡ കോഡിഫോളിയ കുറുന്തോട്ടി, സഹചര ബാർലേറിയ സ്ട്രിഗോസ നീലക്കുറിഞ്ഞി, വരി ശതാവരിയാണ്, അസ്പരാഗസ് റെസിമോസസ് ശതാവരി, ദുഷ്പർശ ട്രാജിയ ഇൻവലുക്രേറ്റ ചൊറിയണം എന്ന് പറയും, കൊടുത്തുവ, വാശ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നോർമലി കാണപ്പെടുന്ന ആടത്തോടെ വാസിക്കുകയാണ്. അത് കുറച്ച് വീതിയുള്ള ഇലകളോട് കൂടിയാണ്. പക്ഷെ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ജസ്റ്റീഷ്യ ബെഡോമി, തമിഴ്നാട്ടിലൊക്കെ കാണപ്പെടുന്ന ഒരു വീതി കുറഞ്ഞ ഇലയോട് കൂടിയ ആടലോടകമാണ്. അമൃത, ചിറ്റമൃത്, ജിനോസ്പോറ കോർഡിഫോളിയ, ദേവാഹ, സിട്രസ് ദിയോഡ്ര ദേവദാരം, അതിവിഷ എക്കോണിറ്റം ഹെട്രോഫിലം അതിവിടയം, ഖന മുത്തങ്ങ സിപ്രസ് റോട്ടണ്ടസ്, ഇക്ഷുര ശ്രദ്ധിക്കുക ഇക്ഷു അല്ല ഇക്ഷുര, ഇക്ഷുരാദേശ വയൽച്ചുള്ളിയാണ്, തെറ്റിപ്പോരുത് രണ്ടൂടെ, ഹൈഗ്രോഫിലം ഓറിക്കുലേറ്റ, ഷഡി ഹെഡിക്യം സ്പിക്കേറ്റം, തച്ചോലം, വിശ്വ സീഞ്ചിവർ ഭുഷ്ണയിൽ, ചുക്ക് ഇഞ്ചി ഉണങ്ങിയ ചുക്ക്. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. ഞാൻ അനുപാനം എന്ന് പറയുന്നത് സർപ്പിയും തൈലവുമാണ്. സർപ്പിയും തൈലം എന്ന് പറയുമ്പോൾ എന്തൊക്കെ നമുക്ക് കൊടുക്കാം? സർപ്പി ഉദ്ദേശം ധന്വന്തരി നെയ്യ് കൊടുക്കാം, തിക്തകം നെയ്യ് കൊടുക്കാം. തിക്തകമൊക്കെ അസ്ഥിക്ക് നല്ലതല്ലേ. അതുപോലെ തൈലം എന്ന് പറയുമ്പോൾ സഹചരാദി, ധന്വന്തരം, ആവൃത്തി, ഇതൊക്കെ ആവർത്തിച്ചുകൊണ്ട് നമുക്ക് എഡിബിൾ ആയിട്ടുള്ള ഉള്ളിലേക്ക് കഴിക്കാൻ പറ്റുന്നത്. സഹചരാദി ആവർത്തി, ധന്വന്തര ആവർത്തി, ഗന്ധതൈലം, ക്ഷീരബല ആവർത്തി, ഇതൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ അതിൻ്റെ ആക്ഷൻസ് കുറച്ചുകൂടെ അത് അഫക്റ്റ് ചെയ്യും, നമുക്ക് ഗുണമുള്ളതായി തരും. പിന്നെ അതിൻ്റെ തെറാപ്പിറ്റിക് യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജംഗ, ഊര്, തൃക, പൃഷ്ഠ, പാർശ്വ, ഹനുകം എന്നിവിടങ്ങളിലുള്ള വാതികമായ ശൂലത്തെ ശമിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ജംഗ മീൻസ് കണക്കൽ, അതായത് കാഫ് റീജിയൻ. ഊരു മീൻസ് ഫെമറൽ റീജിയൻ. തൃകം മുതുക് എന്ന് പറയുന്ന ഒരു പാർട്ട്. പൃഷ്ഠം എന്ന് പറഞ്ഞാൽ വെർട്ടിബ്രൽ റീജിയൻ മുഴുവൻ, നമ്മുടെ പുറം ഭാഗം മുഴുവൻ. പാർശ്വം ഉദ്ദേശിക്കുന്ന റിബ്സിന്റെ ഒക്കെ പാർട്ട്. ഹനുകം ഉദ്ദേശിക്കുന്ന താടിയാണ്. താടി എന്ന് പറയുമ്പോൾ അത് സെർവൈക്കൽ റീജിയൻ, നമ്മുടെ നെക്ക് മുഴുവൻ, ആ റീജിയനിലുള്ള വാതികമായ വേദനകളെ എല്ലാം ശമിപ്പിക്കുന്നു. അതുപോലെ വാതരക്ത സംബന്ധമായ ശോഭം, വാതാശ്രജം ശോഭം, അതിനെ തടയുന്നതിനും സഹായിക്കുന്നുണ്ട്. ഇത്രയാണ് രാസ്നേരണ്ടാദി കഷായം.